ഓളോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത് റസിയാ എന്താണ് എവിടെ എന്താ പാലൊന്നുമില്ലേ? എന്താ ഒരു വെള്ളം എന്താ വെള്ളോ? അത് നിങ്ങൾ കുടിക്കണ്ട. എന്താ കുടിക്ക? അതെ ഇനി അതൊന്നും പറഞ്ഞപ്പോ 1 ലിറ്റർ പാല് മേടിക്കണല്ലോ. ഇനിയിപ്പോ 2 ഇതിന്റെ പേരിലോള്. അല്ല റസിയ, ഏപ്രിൽ പൂള് നാളെയല്ലേ, ഇന്ന് തന്നെ പറ്റിക്കാൻ തുടങ്ങിയ. ഇതില് തീരെ മധുരമില്ലല്ലോ. മധുരില്ല. പഞ്ചസാരയും തീർന്ന ഞാൻ മറന്നാണ് കേട്ടതാ. നന്നായി ആ കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട, കുടിച്ചോളാം. മധുരട്ടായിരുന്നേ വേണ്ടാന്ന്. ഇനിയിപ്പത് മതി. ഇന്ന കളിയൊക്കെ ഒരു കാര്യം കിട്ടിയില്ല, അതുകൊണ്ടല്ലേ തരാത്ത്. തന്നോ വേണ്ടാന്ന്. ഇനിയിപ്പോ മധുരം ഇട്ടേ പോളോടുന്ന്. ഇത് ആദ്യമേ അങ്ങാട്ട് ഇട്ടായിരുന്നെങ്കിൽ ചീത്തപ്പേരുണ്ടായ. അല്ലടോ ചങ്ങായി, ഏപ്രിൽ 1 നാളെയാണ്. ഇന്ന് 31 ഇന്ന് 31 ആണെങ്കിൽ പിന്നെ നാളെ തന്നെ ആവും. അല്ല ഞാൻ ആലോചിക്കാണേ, പഴയ കാലത്ത് ഈ ഒരു ദിവസം എത്ര ആൾക്കാരെ നമ്മൾ പറ്റിച്ചേരുന്നത്. ഇപ്പൊ അങ്ങനെ ആൾക്കാരെ പറ്റിക്കലൊന്നും ഇല്ല അല്ലേ ഏപ്രിൽ ഫൂളിന്? പറ്റിക്കലൊക്കെ ഉണ്ടാവും, നമ്മൾ അറിയാനായിട്ടാണ്. ഇല്ലാന്ന്. ഇപ്പൊ ദിവസം ഇത് തന്നെയല്ല ആളുകളുടെ തൊഴില്. അപ്പൊ ആ ഒരു ദിവസത്തിന് വലിയ പ്രാധാന്യമില്ല. പഴയ കാലത്തേ എന്റെ വാപ്പ പറഞ്ഞിട്ടുള്ള കഥ കേട്ടോ. ഇവർക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു ക്ലബും ഉണ്ട്. അപ്പൊ ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ ദിവസം ആരെങ്കിലൊക്കെ പറ്റിക്കാതെ ഇവർക്ക് ഉറക്കം കിട്ടൂല. അപ്പൊ അന്നത്തെ ദിവസം ഇങ്ങനെ ഇതേമാതിരി ആരെങ്കിലൊക്കെ പറ്റിക്കണം എന്ന് കണക്കാക്കി എന്റെ വാപ്പയും ആൾക്കാർ കൂട്ടുകാരൊക്കെ ഇവര് ക്ലബിൽ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ ആരെങ്കിലും കിട്ടണ വെച്ച് കാത്തു നിൽക്കുക. ഈ സമയത്ത് ഇവരനെ പറ്റിക്കാൻ വേണ്ടിട്ട് വേറൊരാള് ഒരു ഔറുക്കുണ്ട്. ബന്ധു ഇവിടെ എളാപ്പന്റെയാണ്. അപ്പൊ മൂപ്പരനെ കുറിച്ചിട്ട് ഇങ്ങനെ പല കഥകളും തമാശകൾ പറയണ്ട്. ഭയങ്കര രസികനാണ് ആള്. അപ്പൊ മൂപ്പര് രാവിലെ തന്നെ ഇവരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക. ഇപ്പൊ ധൃതിയിൽ ഇങ്ങനെ നടന്നു. ഇപ്പൊ ഇവരെല്ലാരും ക്ലബിലിരിക്കുക. മുകളിലാണ്, തട്ടുമുകളിലാ. അപ്പൊ ഇവിടുന്ന് റോട്ടിൽ നിന്ന് വിളിച്ചിട്ട് അറിഞ്ഞില്ലേ എന്താണ് എടാ ചുരത്തിന് അവിടെ ബസ് മറിഞ്ഞിട്ട് 10-40 ആൾക്കാരനെ ആശുപത്രിയിൽ കൊണ്ടുപോയിന്ന്. ഇതങ്ങോട്ട് കേട്ട ഉടനെ ഇവരല്ലേ ആൾക്കാര് ഉടനെ എന്റെ വാപ്പേ എന്റെ പടച്ചോനെ ഇത് 2ാമത്തെ ആണല്ലോ അല്ലാ, അതെവിടെ എന്ന് ചോദിച്ചു. അവർക്ക് മേടിച്ച് അതാ ആശുപത്രി പോയിട്ട് അവിടെ ബസ് മറിഞ്ഞിട്ട് കുറെ ആൾക്കാരനെ ഇപ്പൊ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതെ എന്നും പറഞ്ഞു മൂപ്പര അങ്ങടാ പോയി. ഇവരെ പറ്റിക്കാൻ നോക്കിയ ആളാ. എന്നിട്ട് തിരിച്ചു പറഞ്ഞ എന്റെ വാപ്പന്നെ പറ്റിച്ചിട്ട് അല്ല പഴയ കാലത്തെ രസങ്ങള്. അതേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നാളെ ഒന്ന് സൂക്ഷിക്കണം, അല്ലാണ്ട് ആരെങ്കിലും പറ്റിക്കാതെ. ഇജ്ജി ഞങ്ങളെ പറ്റിക്കാഞ്ഞാ മതി. ഇല്ല, ഞാൻ നാളെ ലീവാണ്. ബാക്കിയുള്ള ദിവസം എനിക്ക് അതാണല്ലോ പണി. വെറുതെ മനുഷ്യ കൊള്ളരായി പറയണേ. വാസുട്ടിയെ, നമുക്ക് ജോസുട്ടിക്ക് ചെറിയൊരു പണിയാ കൊടുത്താലോ? കൊടുക്കാം. പിന്നെന്താ, നാട്ടുകാരെ മുഴുവനും പറ്റിക്കണാണല്ലോ അല്ലേ? എന്തായാലും ഏപ്രിൽ ഫൂളായിട്ട് നമുക്കൊരു രസമാവും. ചെറിയൊരു പണി ഓനും കൊടുത്തതിന്റെ ഒരു സമ്മാനവും കിട്ടും. എങ്ങനെ പറ്റിക്ക? എന്തെങ്കിലും ഒരു സൂത്രം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാം. അപ്പൊ പുതുതായിട്ട് എടുത്തിട്ടുള്ള ബൈക്കില് കച്ചവടത്തിന് എടുത്ത് ആ ബൈക്ക് അവിടുന്ന് പൊക്കിയിട്ട് നേരെ കവലയില് മറ്റേ ആ തോട്ടിന്റെ അവിടെ കൊണ്ടുപോയിട്ടാലോ? അവൻ 100 കാര്യത്തിന് പോണ അതിന്റെ മുകളില് അതൊന്നും നടക്കില്ല. കോട്ടയെന്ന് അതുകൊണ്ടല്ലേ അത് ബുക്കാന്ന് പറയണത്. പുലിവാലാവോ? എന്ത് പുലിവാല്? പണി കൊടുക്കാ പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെയല്ലേ? അല്ല അത് സംഭവം അത് പോയത്തിരി ഇടങ്ങറാവും. ഇടങ്ങറാവട്ടെ. പക്ഷെ അത് അവിടെ നിന്ന് കൊണ്ടുപോയി വെക്കണ്ട, അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. നമ്മുടെ കൊടുത്ത് വെക്കാം. അത് ചെയ്യാല്ലേ? ഒന്ന് കിടന്ന് കറങ്ങട്ടെ. അല്ല എല്ലാരും കറക്കണല്ലോ. കച്ചവടത്തിന് എടുത്ത സാധനമായ കാരണം ഇത്തിരി ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ കൊണ്ടുവരും? അത് കൊണ്ടുവരാം. അനക്ക് ഓടിക്കാറിയോ? ഓടിക്കാറിയില്ല. നിനക്ക് വഴി ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? എന്നാ ഏൽക്കല്ലേ? ഏറ്റു. കൊറേ നാളായി ഒരാളെ പറ്റിച്ചിട്ട്. ഒരു രസം കൊടുക്കാം. ഇവിടെ കിടപ്പുണ്ടാ? നല്ല ഉറക്കാണല്ലോ. എന്താണ് ഉറങ്ങാണ്? என்ன ആണോ? தூக்கத்துன்னு சும்மா கூப்பிட்டு ஏமாத்தாது. பரிம்பாய்க்கு இது பிடிக்காது இல்ல, அப்புறம் எப்படி இவர் முன்னாடி அடிக்கிறது? പാരിയും വാങ്ങിച്ചു തരും. കുഴപ്പമില്ല. நிஜமாவா? நம்பவே முடியல. அப்படின்னா காசு கொடு, நான் வாங்கிட்டு അല്ല പറയട്ടെ. ആദ്യം പണിയുണ്ട്. அதெல்லாம் நீங்க சும்மா தர முடியாதுல்ல. சரி, என்ன வேலை சொல்லு.
அலையா யாரும் பார்க்கல காலையில வண்டி பார்க்காம அவன் அப்படி ஏமாந்து போயிடுவான் இல்ல யாரும் பார்க்கல விட்டோ எப்படி கொடு എന്ത് പുള്ളി തരാൻ ചോദിച്ചില്ല കൂടെ അത് വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു നടന്നില്ല കിട്ടിയില്ല ഇന്ന് കിട്ടിയില്ല അയ്യോ നിങ്ങൾ വാങ്ങി വെക്കണം നാളെ 1-ാം തീയതി അല്ലേ കടക്കാതെ നാളെ 1-ാം തീയതി കടക്കാതില്ല മറ്റേ നമ്മൾ പണിക്ക് പോകണ്ടല്ലോ അപ്പൊ ഞാൻ വാങ്ങിച്ചു തരാം என்கிட்ட இது சொல்லல என்கிட்ட இந்த பைக் கொண்டு வந்தா இன்னைக்கு புள்ள தரான்னு சொல்லித்தாரே நான் இது கொண்டு வந்தது நாளை 1-ஆம் தேதி கிடைக்காது நீங்க 2 பேரும் சேர்ந்து என்ன பாத்துறீங்க எனக்கு இப்ப கிடைക്കണം தர முடியுமா முடியாது இது என்னது மூக்குமுடி வைக்கிறதா தண்ணி அடிக்கிறதுக்கு காசு கேட்டா நீங்க உங்களை நம்பல நான் தான் முட்டாளு நீங்க போறீங்க எனக்கு ஒரு அவகாசம் இல்ல போ நாசமா போயிடுவீங்க പോട്ടെ ഒരു കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞ് വരും പറഞ്ഞല്ലേ ഒരു കാര്യം ചെയ്യും പരികുട്ടിയെ വാ 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 പോടാ എന്താണ് ഓടി ഓടിയോ എന്താ ജോസൂട്ടി എന്താണ് എടുക്കുന്നത് ഹലോ ആ വാസുട്ടി ആ ഞാൻ പരികുട്ടിയാണ് എന്തേ എന്റെ വണ്ടിയേ എന്റെ വണ്ടി ആരോ എടുത്തോണ്ട് പോയിന്നോണ്. ഹലോ ഹലോ ഞാൻ ഇന്നലെ വൈകുന്നേരം വണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. ആ രാവിലെ പോകാൻ എഴുന്നേറ്റപ്പോ വണ്ടി കാണാനില്ലാന്ന് ആരോ എടുത്തോണ്ട് പോയി. എന്റെ പടച്ചോനെ എന്ത് പണിയാ ഇത് ശരിക്കും സൂക്ഷിക്കണ്ടാ ചങ്ങായി. ഒരു സാധനം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കണ്ടേ? സൂക്ഷിച്ച വെച്ചെന്ന് താക്കോലന്റെ അടുത്തുണ്ട്. ഇത് ആരോ കട്ടുണ്ടു പോയേക്കാണിത്. എന്തെന്നാ ഇതിനൊക്കെ പറയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ നമ്മള്? എന്താ നമ്മൾ കാണിക്കാ? ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാല്ലാന്ന് ഓർക്കാണ്. അപ്പൊ ഒന്ന് വാസൂട്ടിനെ വിളിച്ച് പറയാന്ന് ഓർത്താ വിളിച്ചത്. അബദ്ധം കാണിക്കല്ലേ? എന്താ പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുക്കരുതിട്ടാ. പിന്നെ വണ്ടി കിട്ടണ്ടേ? അതിന് വഴിയുണ്ട്. അതിന് നമുക്ക് തരാ. നമുക്ക് ആദ്യം അന്വേഷിക്കാം. അതെ ജോസൂട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോണ്ട. പോയി കഴിഞ്ഞാലേ വാദി പ്രതിയാവും. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. അല്ലെന്ന് വണ്ടി പോയാ പിന്നെ പരാതി കൊടുക്കണ്ടേ? നമ്മൾ അന്വേഷിച്ചാ കിട്ടണ്ടേ ഇത്? ഇത് പറഞ്ഞ കൂട്ടാക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരാം കേട്ടോ. നിങ്ങൾ വന്ന വഴി എന്റെ വണ്ടി അറിയാലേ? എവിടെയെങ്കിലും കണ്ടോന്ന് ബ്ലോക്ക് ചെയ്യണേ. ഞങ്ങള് ബ്ലോക്ക് ചെയ്യാം. ഈ അതുവരെ ആരോടും പറയണ്ടോ? നിങ്ങൾ വേഗം വന്നെങ്കിൽ വരാണ് ശരിക്ക് കിട്ടിയിട്ടുണ്ട് പണി. പിന്നെ ഉറപ്പല്ലേ? അതൊക്കെ ശബ്ദത്തിലുണ്ടല്ലോ. പോയി ഇനി പറയാതെ എന്തിനു പറയരുത് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ കറകണ ഉച്ച വരെ കിടന്നിട്ട് ഇങ്ങനെ വരകണമേ. അതെനിക്ക് കാണണം. ഞാൻ വരണോട്ടാ. പണിയില്ല, നമുക്ക് പോവാം. റസാക്കിന്റെ ഖവാസാക്കി ഒരമ്പോക്കി ഹലാക്കാക്കി. ധാരാടാ കളി അങ്ങനെ വിട്ടാ പറ്റില്ല. വിളി ജോസുട്ടി വാടോ. വന്നോ? അതേ പോന്ന വഴി എവിടെയെങ്കിലും കണ്ട എന്റെ വണ്ടി കണ്ട? എവിടെ കാണാൻ? എന്തൊരു കൊലച്ചതിയാണെന്ന് കരുതി. എന്താണ്ടായത്? പരിക ഞാനൊരു വണ്ടി മറിച്ച് വെക്കാൻ വേണ്ടിട്ട് 2 ദിവസമായിട്ട് കൊണ്ടു നടക്കണില്ലേ? ഇന്നലെ ഞാൻ വാട്ടർ സർവീസും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൂട്ടിയതാണ്. പൂട്ടി രാത്രി ചോറ് നിന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ നോക്കിയപ്പോ വെച്ചോടത്ത് വണ്ടി കാണാനില്ല. താക്കോലെന്റെ. ഇത് ആരോ എടുത്തോണ്ട് പോയേക്കാണിത്. ഉറപ്പായിട്ട് എടുത്തോണ്ട് പോയതാണ്. എവിടെ ചെന്ന് അന്വേഷിക്കണം? അല്ല പോയത് പോയി. ഇനിയിപ്പൊ അത് നോക്കിട്ട് കാര്യമില്ല. പോയത് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുപോയി കൊടുത്ത് ഇന്ന് തന്നെ ഒരു സാധനം പിടിച്ചു തരും. പോലീസ് സ്റ്റേഷനിലൊന്നും ഇപ്പൊ പരാതി കൊടുക്കല്ലേ? പിന്നെ അവിടെ പരാതി പറയാൻ ആവശ്യമില്ല. വാസുട്ടി ആ ഗോപാലൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞതേ, നമ്മുടെ ഈ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് ആ പോസ്റ്റില്ലേ, ടെലിഫോൺ പോസ്റ്റ്, അതുമ്മ CCTV ക്യാമറ വെച്ചിട്ടുണ്ട് പോലീസുകാരുടെ. അത് അവർ ഓൺ ചെയ്താല് ക്യാമറ ഉണ്ട് നമ്മുടെ ഈ വഴി തന്നെ, ആ ഗേറ്റിന്റെ ഫ്രണ്ടില്. ആണോ? പോലീസിന്റെ ക്യാമറ ഇപ്പൊ ഉണ്ട്. ആരാണ് രാത്രി തള്ളിക്കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റും.
അതെ ഞാനൊരു കാര്യം പറയട്ടെ, ക്യാമറയും അല്ലാണ്ട് പോലീസും ഒന്നും അല്ലാണ്ട് വേറെ വഴിയില്ല ഇപ്പൊ നമുക്ക്. വേറെ എന്തിനാന്ന് അവിടെ ചെന്നൊരു പരാതി കൊടുത്തു? ഒന്നും വേണ്ട. ഇപ്പാണ് തുടങ്ങാൻ തെരച്ചില്. വൈകുന്നേരം വരെ വെയിൽ അറിഞ്ഞ ഇവിടെ വരെ തെരയുക. അതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടും, ഉറപ്പാണ്. അവനവന്റെ മുതൽ പോകുമ്പോഴേ വേദന ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് എന്താ വേദന? 1.5 ലക്ഷം രൂപയുടെ മുതലാണത്. ഇത് തരയാതെയോ ഇപ്പൊ മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്. ഒന്നാണ് നടക്കട്ടെ. വെയിലിങ്ങനെ കൊണ്ട് ഇങ്ങനെ ചീറി ഇളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴേ അപ്പ പിടിയേ ആ പാവ പാക കിടന്ന് തരയിട്ടാവൂട്ടാ. ഓൻ തരയട്ടെ. അല്ലാതെ അല്ല വേറൊരു കാര്യം, നമ്മളിപ്പോ ബൈക്ക് തരാൻ ഇറങ്ങിക്കല്ലേ, ഓയം കാണും തെരഞ്ഞു വന്നിട്ട് അവസാനം ഇവിടെ മൂടി വെച്ചേക്കണാട്ടാ കണ്ടാ കുടുങ്ങി. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് മാറ്റണോ? എവിടേക്ക് മാറ്റുന്നു? എവിടേക്കെങ്കിലും മാറ്റാം. ഇവിടെ നമുക്ക് ഇവിടുന്ന് മാറ്റിട്ടേ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് വെക്കാം. ആ അടുക്കളുടെ പിന്നെ കൊണ്ടുപോയേക്കാം. വെക്കാം. മാറ്റിക്കോ. ആലോചിക്കണ്ട. ബൈക്ക് എവിടെ? ഒന്നിങ്ങട് വാതേ. എന്താണെന്ന് വരാൻ പറഞ്ഞ വന്നോണ്ടിരിക്കല്ലേ? എന്താടി? അല്ല വാസുട്ടേ, ഇതിപ്പോ ആരാ? എന്താണ് ഇപ്പൊ ശരി? അതെ, ഞങ്ങള് ജോസുട്ടെ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചല്ലോ ഒന്നല്ലേ? വെച്ചല്ലോ. അപ്പൊ അത് എവിടെയാണ്? അതെവിടെയാണെന്നോ? നിങ്ങൾ വെറുതെ ഉരുണ്ടി കളിക്കരുത്. ഇവിടെ വെച്ച ബൈക്ക് നിങ്ങൾ എങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ തലയിൽ ചുമന്നോണ്ട് നടക്കല്ലേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തായ? മര്യാദക്ക് സത്യം പറഞ്ഞു. ഇവിടെ വെച്ചിട്ട് ബൈക്ക് എവിടെയാണ്? ബൈക്ക് എന്നോടായിരിക്കും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേ. സംഗതി ഏപ്രിൽ ഫൂളൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത് പറ്റിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ ഇല്ലേ? അത് നിങ്ങൾ സത്യം പറയണോ? അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടില്ലേ? ഇപ്പൊ ബൈക്ക് എവിടെ? അതെ, ആണുങ്ങള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ നോക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തല്ലേ? അമ്പോ, നിങ്ങളിവിടെ മോഷിച്ചുകൊണ്ടുവന്ന ബൈക്ക് നോക്കലല്ലേ ഞങ്ങളെ പണി? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, ഈ ഏപ്രിൽ ഫുൾ ആവശ്യമില്ലാത്ത തമാശ കളിയൊന്നും വേണ്ട. അതിന് പറ്റിയ പ്രായമാണല്ലോ നിങ്ങൾക്ക്. പിന്നെ വയസ്സാം കാലത്ത് ഓരോ കോമഡി കാണിച്ചു കൂട്ടണേ. ഇതിപ്പോ പോയിട്ടുണ്ടെങ്കിൽ ഓൻ വല്ല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്താൽ ഞാൻ കുടുങ്ങി. പരിയക്കുട്ടി മാത്രമൊന്നല്ല, നിങ്ങളും കുടുങ്ങും. രണ്ടാളും കൂടി അല്ലേ ഒപ്പിച്ചത്? ഓത് തെരഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിൽക്കാണ്. അത് തടഞ്ഞിട്ടപ്പോ ഞങ്ങള് പറഞ്ഞായി. പരാതി കൊടുത്താൽ നിങ്ങൾ ജയിലിൽ പോണ്ടി വരില്ലേ? കൊണ്ടുവരില്ലേ? നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞ, എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെടും. ഇവിടെ വേറെ ആരെങ്കിലും വന്നോ? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു ബൈക്ക് കള്ളന്റെ ഭാര്യയാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തന്നെയാണ്. എനിക്ക് നാണക്കേട് നോക്കണല്ലേ? അതെ, കാര്യണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? റസീയുടെ അടുത്ത് തൽക്കാലം നീ ആ വളയെന്ന് വാങ്ങിക്കും. എന്നിട്ട് ആ വള ജോസൂട്ടിയെ കാണിച്ചിട്ട് തൽക്കാലം ഒരു പുതിയ ബൈക്ക് വാങ്ങാന്ന് ഓനോട് എന്തെങ്കിലും പറഞ്ഞ് ലോണൊക്കെ നമ്മൾ അടച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. അതായാലും വലിയ ഇടങ്ങറാവൂലേ? എന്തടങ്ങറ്? ഓൾഡല്ലേ വള? ഓൾഡ് വള എന്താണ് പുതിയ പ്ലാനിങ്? എന്താണ്? മറ്റേ പ്ലാനിങ് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഏത് തെണ്ടികളാണ് വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ? ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ്. എന്ത് പ്രാന്താണ് പരിയൊക്കെ പറയണ? ചോദിക്കാതെയാണാ കുടുംബത്തിരിക്കണ വണ്ടി എടുത്തുകൊണ്ട് പോണ? അല്ലടാ, ഒരു അബദ്ധം പറ്റിന്ന് ഞങ്ങള് പറഞ്ഞല്ലോ. എന്തബദ്ധം? പെട്ടുപോയി. എന്ത് പെട്ടുപോയി? കളി തമാശ കളയട്ടാ. മനുഷ്യൻ എത്ര നേരം എന്നറിയാമോ ഇത് അന്വേഷിച്ച് നടക്കണത്? വണ്ടി പോയെന്ന് പറഞ്ഞിട്ട് ഓള് കേക്കണ്ട, മെല്ലെ പറയും. ഓള് കേട്ടെ എനിക്കാ നാണക്കേട്. എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞ് നടക്കണമാര് കുടുംബത്തിന് വണ്ടി കെട്ടുകൊണ്ട് പോയിന്ന് പറയാൻ. ഒരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞില്ലേ? എന്താ അബദ്ധമാണ് വാസൂട്ടി? ഇത് എന്താ അബദ്ധം? അല്ല, അങ്ങനെയല്ലടാ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങക്ക് ഇപ്പോ ഏപ്രിൽ ഫൂൾ ആണല്ലോ. അപ്പൊ ഏപ്രിൽ ഫൂൾ ആയ കാരണം ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി അന്നൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ച അത്ര ചെയ്തിട്ടുള്ളൂ എന്റെ ജോസുട്ടിയെ. എന്നാ പറ്റിച്ചു കഴിഞ്ഞില്ല, ഇനി എന്റെ വണ്ടി ഇങ്ങടുത്താ. അല്ല, അതില് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വിറ്റൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയി അവിടേക്ക്, എന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് വെച്ചു. ഇപ്പൊ നമ്മൾ ചെന്ന് നോക്കുമ്പോ വണ്ടി അവിടെ കാണാനില്ല. വെറുതെ കളിക്കല്ലേ കേട്ടോ വാസൂട്ടി, കളിക്കല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അഡ്വാൻസ് മേടിച്ച വണ്ടിയാണ്.
നിങ്ങൾ വണ്ടി കാണാനില്ല പോയി എന്നൊക്കെ പറയണത് ഞാൻ ഏപ്രിൽ ഫൂളായിട്ട് സഹിച്ച്. കാണാനില്ല എന്ന് പറയരുത്. ആ വർത്താനം നിങ്ങൾ ഇവിടെ നിന്ന് പറയണ്ട, നിങ്ങൾ പോയിക്കോ. എനിക്കറിയാം പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്താ ചെയ്യണ്ടേന്ന് ആരെ എടുത്തേന്ന് എടുപ്പിച്ചവനൊക്കെ എനിക്കറിയാം. പോയിക്കോ. അങ്ങനെ വർത്താനം അന്യ ആൾക്കാരുടെ അടുത്ത് വർത്താനം പറഞ്ഞ പിന്നെ നിങ്ങൾ എന്താ എന്നോട് ചെയ്തത്? അന്യ ആൾക്കാരോട് ചെയ്തതല്ലേ ചെയ്തത്? എന്താ പറഞ്ഞ മനസ്സിലാവാത്ത വാസുട്ടിയെ? എത്ര മണിക്കൂറായി ഞാൻ കണ്ണീ കണ്ടോടത്തൊക്കെ അന്വേഷിച്ച് നടക്കുന്ന അറിയാമോ? നിങ്ങൾക്ക് കളി തമാശ. എടാ അപ്പൊ ആ വണ്ടി പോയി നിനക്ക് വേറൊരു വണ്ടി വാങ്ങിച്ചാ എന്താണ്? എനിക്ക് പുതിയ വണ്ടി വേണ്ടല്ല. വേണ്ട വർത്താനൊക്കെ നിർത്തിയേ. സംഗതി ശരിയാണ്. നമ്മള് ബന്ധം വെച്ചിട്ട് ഒരു തമാശ കളിക്കാൻ നോക്കി, അത് നടന്നില്ല, പോട്ടെ പോയി. അപ്പൊ എന്റെ വണ്ടി ഞങ്ങളുടെ നിന്ന് മിസ്സായി, അത്രയല്ലോ. എനിക്ക് പുതിയ വണ്ടി അങ്ങോട്ട് വെച്ചോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ഒരു വള ഉണ്ട്. ആ വളയൊക്കെ കയ്യിലിരിക്കട്ടെ. ആദ്യ വളയത്തിൽ വീണ ആളും അല്ല ജോസൂട്ടി. എന്തി പറയണേനൊക്കെ? എടാ അതല്ലേ പറയണേന്ന്. ഇന്ത്യയിൽ ഇതാ ഒരു സ്വർണത്തിന്റെ വളയുണ്ട്. എന്തിനാണ്? വണ്ടിക്ക് വീല് വെക്കാനാ? എന്താ ഈ വരുന്ന തട്ടുത്തരം ഓരോന്ന് പറയണേ? വണ്ടി പോയോടത്ത് വള കാണിച്ചിട്ട് എന്താ കാര്യം? അതെ, ഈ സാധനം കൊണ്ടുപോയി പണയം വെക്കുക. അപ്പൊ അതിനൊരു പൈസ കിട്ടല്ലോ. ആ പൈസ കൊണ്ട് ബൈക്ക് വാങ്ങിക്കാം. പുതിയത് വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. എത്രയാണ് അടവ് വരുന്ന വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടെ അടച്ചോളാം ബാക്കി. അതിന് എനിക്ക് എന്തിനാ പുതിയ ബൈക്ക്? എനിക്ക് ഇവിടെ ഇരുന്ന പഴയ ബൈക്ക് മതിയെന്ന്. നിങ്ങൾ എന്തിനാ എനിക്ക് വണ്ടി മേടിച്ചു തന്നത്? ആ വണ്ടി പോയില്ലേ? അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ കുടുംബത്തിരിക്കണ ഒരു സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണോ? എടാ അത് ഞങ്ങള് പറഞ്ഞല്ലോ, ഏപ്രിൽ ഫൂൾ ആക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തമാശ കളിച്ചാണ്. ആ തമാശ കളിക്കണതിന് ഒരു സമയവും പരിധിയുണ്ട് പരീക്ക. എന്നിട്ട് നിങ്ങൾ അന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞില്ലല്ലോ ഒന്നും എന്നോട്. എടാ പൊട്ടാ, പുതിയ വണ്ടി കിട്ടിയ നിനക്ക് അത് പോരെ? എനിക്കെന്തിനാന്ന് പുതിയ ബൈക്ക്? എനിക്ക് എന്റെ പഴയ ബൈക്ക് മതി. നിങ്ങളെ എന്നെ സഹായിക്കണ്ട. ഞാൻ പരാതി കൊടുത്തുള്ള പൊയ്ക്കോന്ന്. ഇവരെ എന്തൊരു വാങ്ങാത്തോടെയാണ് പറഞ്ഞാൽ മനസ്സിലാവാതെ. പുതിയ ബൈക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറയണ ഇതോൻ തരികറ കളിക്കണാടാ. ഓനിക്കിപ്പോ മനസ്സിലാവേണ്ടതല്ല. അതേ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ നമ്മുടെ ആവശ്യമാണ്. നമ്മള് അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ കിടന്നു ഉറക്കാൻ സ്വസ്ഥ ഉണ്ടാവില്ല. ജോസുട്ടിയെ, എന്തൊരു കഷ്ടം പറഞ്ഞ മനസ്സിലായി. ജോസുട്ടിയെ, അതെ എന്തേ വളരും തൊളലും കൊള്ളത്ത രീതിയിലുള്ള വർത്തമാനം പറയാൻ നിൽക്കണത്? ജോസുട്ടിയെ, ഇലക്കും മുള്ളിനൊരു കേട് കൂടാണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്നെ പഴഞ്ചൊല്ലി പഠിപ്പിക്കാൻ നടക്കണ. നിങ്ങളോട് കാര്യം പറഞ്ഞാലേ പണ്ടത്തെ ചങ്കരൻ തെങ്ങേ തന്നെയാണ്. ആ സ്വഭാവമാണ് നിങ്ങളുടെ. എന്റെ പുറകെ നടക്കണ്ട. എനിക്ക് വണ്ടി കിട്ടിയാലേ ഞാൻ സമ്മതിക്കുള്ളൂ. ഇതിലൊരു സൗഹൃദം ഇല്ലാട്ടോ വാസൂട്ടി. ആ വളം കാണിക്ക്. ഇതേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് റസിയാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ട് ഓൾഡേ ഊരി വാങ്ങിയിട്ടുള്ള വളയാണ്. അവരോടും പറഞ്ഞാ ഞാൻ അവള് വള പോയിന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കട്ടെ? അതൊന്നും വരൂല. എന്റെ അത്ര പ്രശ്നം പോളില്ല. അതെ, നിങ്ങൾ ആ വള കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾ പോയിക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മേടിച്ചോളാന്ന്. പ്രശ്നങ്ങൾ ഉണ്ടാക്കല. അവന്റെ ഇപ്പോഴത്തെ വിഷമത്തിലാണ് പറഞ്ഞത്. ധാരാഹാലാക്ക് ഇവിടെ കൊണ്ടെന്ന് വെച്ചേ. ഇതിപ്പോ എന്നോട് ഞങ്ങള് പാസുട്ടിയെ, ഇതല്ലേ വണ്ടി? ഇതല്ലേ നമ്മുടെ വണ്ടി? നമ്മുടെ വണ്ടിയല്ല, എന്റെ വണ്ടി. അല്ല, അതെ എന്റെ വണ്ടി ഞങ്ങൾ എടുത്തോണ്ടാ ഞങ്ങളുടെ വണ്ടി. ആ എന്റെ വണ്ടി ഇവിടുന്ന് പോയ ഇവിടെ വരുത്താൻ എനിക്കറിയാം. അത് വന്ന് ആളെ കളിയാക്കാട്ട് പറയണ. എന്താ ചെയ്ത്? ആ നിങ്ങൾ എന്താണ് പറഞ്ഞത്? എന്നെ പറ്റിക്കാനാണെന്നാ, ടെൻഷൻ അടിപ്പിക്കാനാണെന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട്? വന്ന കഥയൊക്കെ ഉണ്ട്. പറയാ എന്തുണ്ടായി? അതെ, എന്തേതോരെ എന്താടാ? மன்னிக்கணும் ஜோசுட்டி, நான் ஒரு தப்பு பண்ணிட்டேன். എന്തിന്? നീ കള്ളു കുടിച്ചിട്ടുണ്ടാ? இல்ல, கள்ளு குடிக்க வேண்டிட்டான்னு நான் அவரு പറഞ്ഞ மாதிரி உங்ககிட்ட ஒரு தப்பு பண்ணிட்டேன். എന്താ നീ കാര്യം പറ. രാത്രി എണീപ്പിച്ചിട്ട് വെറുതെ. அது வந்து நான் காரியம் പറയാ. நான் காரியம் പറയണമെങ്കിൽ எனக்கு ஒரு புல்லு வேணும். ചെല്ലിയല്ലേ പോയേ? ചെല്ലി. അതല്ല, പിന്നെ நாளைக்கு ஏப்ரல் 1ஆம் தேதி தானே எல்லாரும் ஏமாத்தின நாள். உன்னை ஏமாத்தாம வேண்டிட்டு உன் ஃப்ரெண்டு பரியுங்குட்டியும் என் அழியனு சேர்ந்து ஒரு வேலை ஒப்பிச்சிருக்கு. அது சரி, என்ன பற்றிக்காரு? ஆமா. எந்த வேலை? அது சொல்லணும்னா நான் நேரத்தை சொன்ன மாதிரி எனக்கு ஒரு ஃபுல்லு வாங்கி தரணும். ദൂരെ നിനക്ക് ജോസൂട്ടിനെ അറിയാല്ല. ഞാൻ ഫുള്ള് മേടിച്ച് തരാന്ന് പറഞ്ഞാൽ തരും. നീ കാര്യം പറ. இல்ல, முதல்ல ஃபுல்லு வேணும். அவர் இந்த மாதிரி வாங்கி தரான்னு சொல்லி தான் என்கிட்ட வேலை செய்து முடிஞ்சதுமே எனக்கு சாண மாதிரி தராம ஏமாத்திட்டு அந்த மாதிரி நீ ஏமாத்திடுவேன். വിശ്വാസം ഇല്ല എനിക്ക് പൊയ്ക്കോ. നീ അല്ല, എടാ നീ എന്നോട് കാര്യം പറ. നിനക്ക് 2 ഫുള്ള് ഞാൻ മേടിച്ചു തരും.
அப்படின்னா உன்னை ஏமாத்த வேண்டிட்டு அவர் என்ன செய்திச்சுன்னு நான் சொல்றேன். പറ. அதுக்கப்புறம் நம்ம 2 பேரும் சேர்ந்து அவரை ஏமாத்தலாம். ஓகேயா? നീ പറ, മേടിച്ചു തരാം. அவர் என்ன என்கிட்ட சொல்லி தெரியுமா? ഓ എന്നാലും ഇത് ഇത്തിരി കൂടി പോയിട്ടാ. പരീക്ക, നിങ്ങൾ അണ്ടർവെയർ മാത്രം തയ്ക്കണ ആളല്ലേ? ഇനിയെങ്കിലും അണ്ടർവെയർ തയ്ക്കുമ്പേ അവനവന് പാകമാണ് അണ്ടർവെയർ തയ്ച്ചിടാൻ നോക്കൂ. അല്ല ഊരി കണ്ണങ്കാലയിൽ വീഴും. വളരെ കറക്റ്റാണ്. പായന്റെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പാഹയെന്നല്ല വിളിക്കണ്ടേ. അതെ.